കഥയാരംഭിക്കുന്നത് സിറ്റി പാർക്കിൽ നിന്നുമാണ്. യാക്കുസ ബോസായ മിറ്റ്സുവോ വളരെയധികം ക്ഷമയോടെ തന്റെ മകൻ ഫുക്കാമി അക്കീറയെ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പഠിപ്പിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അക്കീറയുടെ അച്ഛൻ കൊല്ലപ്പെട്ടു. ഈ ലോകത്ത് അക്കീറ അനാഥനായി നിൽക്കുകയായിരുന്നു. വൈകാതെ മിറ്റ്സുവോയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. അവിടെ മിറ്റ്സുവോയുടെ വലങ്കയ്യായിരുന്ന വിശ്വസ്തനായിരുന്ന മജൈമ എന്ന് പറയുന്ന മറ്റൊരു ഗ്യാങ്സ്റ്റർ കടന്നു വന്നു. തന്റെ മകനെപ്പോലെ അക്കീറയെ വളർത്തുമെന്നും കരുത്തുറ്റൊരു പോരാളിയാക്കി മാറ്റുമെന്നും അവന് വേണ്ട എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു തരുമെന്നും അന്ന് മജൈമ അക്കീറയോട് പറയുന്നുണ്ട്. അവിടെ നിന്നും അക്കീറയെ മജൈമ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. കുറേയധികം വർഷങ്ങൾ കടന്നുപോയി. വർഷങ്ങൾക്കിപ്പുറം അക്കീറ ഒരു സ്കൂളിലെ തൂപ്പുകാരനായി ജോലി നോക്കുകയാണ്. തൂപ്പുകാരനായതുകൊണ്ട് തന്നെ കുട്ടികൾ അവനെ തരം താഴ്ത്തിയായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിലെ റൂഫ് ടോപ്പിൽ റിയോ എന്ന പേരുള്ള ഗ്യാങ് ലീഡറായ ഒരു പയ്യനും അവന്റെ കൂട്ടാളികളും ഒരു വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മജൈമയുടെ മകളായ യൂയി കടന്നു വരുന്നത്. യൂയിയെ കണ്ടതും അവരുടെ മുഖത്തെ ചിരിയും കളിയും മാഞ്ഞു. വേഗം ആ റൂഫ് ടോപ്പിൽ നിന്ന് പോവാൻ അവർ തയ്യാറെടുത്തു. ഇറങ്ങിച്ചെന്ന് അവർ ചെന്നുപെട്ടതാകട്ടെ മിസ്റ്റർ എൻഡോ എന്നു പേരുള്ള ഒരു അധ്യാപകന്റെ മുമ്പിലേക്കായിരുന്നു. ഗ്യാങ് ലീഡറായ റിയോയും സംഘാംഗങ്ങളും പൊതുവെ അവിടെ നിന്നാണ് പുകവലിക്കാറൊക്കെ ഉള്ളത്. അവന്മാർ അവിടെ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് കണ്ടതും ടീച്ചർക്ക് അത്യാവശ്യം ദേഷ്യം തോന്നി. അവന്മാരെ ശകാരിക്കുകയും പുസ്തകം വെച്ച് ചെറുതായി മർദ്ദിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ റിയോക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ടീച്ചറെ റെസ്പെക്റ്റോടെ ഭയപ്പെടേണ്ടതിന് പകരം അവൻ ടീച്ചറുടെ തന്നെ ബുക്ക് വാങ്ങി ടീച്ചറെ തിരികെ അടിക്കാൻ ആരംഭിച്ചു. ഈ സമയം ആ ഭാഗത്തായിട്ടായിരുന്നു അക്കീറ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ബക്കറ്റിലും മറ്റും തട്ടി കുറച്ചധികം ശബ്ദമുണ്ടാക്കി. ആ ഗ്യാപ്പിൽ എല്ലാവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞതും ടീച്ചർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അക്കീറ ശബ്ദമുണ്ടാക്കിയത് കൊണ്ടാണല്ലോ ടീച്ചർ രക്ഷപ്പെട്ടത്. അതിന്റെ ദേഷ്യം റിയോക്കുണ്ടായിരുന്നു. അക്കീറയെ എതിരിടാൻ റിയോ അക്കീറയുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയം അവരുടെ കയ്യിലുള്ള ഫോൺ വെച്ച് അവരതൊക്കെ ചിത്രീകരിക്കുന്നത് അക്കീറ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അവൻ തിരികെ പ്രതികരിച്ചതേയില്ല. റിയോവിൽ നിന്ന് തല്ലും അധിക്ഷേപവും അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഹീറോ എന്നു പേരുള്ള ഒരു പയ്യൻ കടന്നു വരുന്നത്. ഹീറോ യൂയിയുടെ അടുത്ത സുഹൃത്താണ്. ഹീറോ ഇടപെട്ടതോടെ അക്കീറയിൽ നിന്ന് റിയോയും സംഘവും പിന്മാറി. എന്നിരുന്നാലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും യാക്കുസ ലീഡറായ മജൈമയുടെ മകൾ യൂയി അങ്ങോട്ടേക്ക് വന്നു. ഹീറോയോട് തന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അക്കീറയും പ്രശ്നമുണ്ടാക്കാതെ തന്റെ ജോലിയിലേക്ക് മടങ്ങി. അതോടെ തൽക്കാലത്തേക്ക് എല്ലാം ഒന്നൊതുങ്ങി. റൂഫ് ടോപ്പിൽ ചെന്നിരുന്ന് യൂയിയും ഹീറോയും സംസാരിക്കാൻ തുടങ്ങി. പാവം അക്കീറയെ എന്തൊക്കെയാവന്മാര് ചെയ്തത് അക്കീറ തിരികെ അടിച്ചു പോലുമില്ല എന്ന മട്ടിലൊക്കെ ഹീറോ പറഞ്ഞപ്പോ യൂയി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അക്കീറ അടിക്കാതെ ഒതുങ്ങി മാറി നിന്ന പോലെയാ എനിക്ക് തോന്നിയത്. കണ്ടാൽ അക്കീറ വല്ലാതെ വീക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ എന്നുവെച്ച് അവനങ്ങനെ വെറും ഒരു സാധാരണക്കാരനാവണമെന്നില്ല. സംസാരിക്കുന്ന കൂട്ടത്തിൽ ഹീറോ തന്റെ ലഞ്ച് ബോക്സ് യൂയിക്ക് കഴിക്കാൻ കൊടുത്തു. അമ്മ യൂയിയെ പറ്റി എപ്പോഴും വറി ചെയ്യാറുണ്ടെന്നും വീട്ടിലൊരു അമ്മയില്ലാതെ അച്ഛനൊപ്പം യൂയി കഴിയുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അമ്മ പറയാറുണ്ട് എന്നുമൊക്കെ ഹീറോ പറഞ്ഞുകൊണ്ടിരുന്നു. ഹീറോയുടെ പൂർണ്ണമായ കുടുംബത്തെ പറ്റി ആലോചിച്ച് യൂയിക്ക് അവനോട് അസൂയ തോന്നുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. യൂയിയുടെ അമ്മ കുറെ നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. യൂയിയുടെ അച്ഛനാകട്ടെ യാക്കുസ ലീഡറായതുകൊണ്ട് അക്കാര്യങ്ങളിൽ വ്യാപൃതനായി. യൂയിയെ ശ്രദ്ധിക്കാനോ ഒന്നും തന്നെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അക്കീറയെ വെച്ച് എപ്പോഴും അദ്ദേഹം യൂയിയെ നിരീക്ഷിച്ചു. നിലവിൽ യൂയിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് തന്റെ പ്രധാന കയ്യാളായ അക്കീറയെ അദ്ദേഹം അവിടെ ഒരു തൂപ്പുകാരനെ പോലെ നിയമിച്ചിരിക്കുന്നത്. മറ്റാർക്കും അറിയാത്ത ഒരു കാര്യം കൂടി അക്കീറയിലുണ്ടായിരുന്നു. മജൈമയുടെ പ്രധാന ഹിറ്റ്മാനാണ് അക്കീറ. അത്രമേൽ സ്കില്ലുകളുള്ള ഒരു പയ്യൻ. അന്ന് ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ കുറച്ച് കുട്ടികൾ ഡൊണേഷൻ പിരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതുവഴി നടന്നു വന്ന യൂയി ഒട്ടും മടിക്കാതെ അച്ഛന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ആ ബോക്സിലേക്ക് ഇട്ടു. കുട്ടികൾ അതിശയിച്ചു പോയിരുന്നു. അത് കണ്ട് അക്കീറ ഒട്ടും മടിച്ചില്ല. മജൈമയെ വിളിച്ച് വിവരം പറഞ്ഞു. അന്ന് ഹീറോയും യൂയിയും കൂടി സംസാരിച്ചു നടന്നായിരുന്നു വീട്ടിലേക്ക് പോയത്. പോകുന്ന വഴിയിൽ മജൈമ തന്റെ മകളെ കാണാൻ എത്തി. വൈകാതെ യൂയിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അഡ്വാൻസായി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു മജൈമയുടെ വരവ്. ബർത്ത്ഡേ ദിവസം ഇരുവർക്കും മറ്റ് തിരക്കുകളുണ്ട്. അതുകൊണ്ടായിരുന്നു അത്. ഹീറോയുടെ അടുത്തും മജൈമ സംസാരിച്ചു. യൂയിയെ സ്കൂളിൽ നോക്കുന്നതിനും അവളുടെ അമ്മയുടെ മരണശേഷം അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനുമുള്ള നന്ദി അദ്ദേഹം അവനെ അറിയിച്ചു. മജൈമ അവളെ കൊണ്ടുപോയി നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തു. പിന്നാലെ ഒരു ഫാൻസി റെസ്റ്റോറന്റിൽ അവർ ഭക്ഷണം കഴിക്കാൻ പോയി. ഭാര്യയുടെ മരണശേഷം മകൾക്ക് മേൽ മജൈമ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഏത് ആഗ്രഹം വേണമെങ്കിലും താൻ സാധിച്ചു തരാം എന്നൊക്കെ ആ സമയം മജൈമ സംസാരിക്കുന്നുണ്ട്. പിന്നാലെ യൂയിയുടെ കുറഞ്ഞു വരുന്ന ഗ്രേഡുകളെ പറ്റി മജൈമ ചോദിച്ചു. യൂയി ആണെങ്കിൽ ഒരുപാട് വിശദീകരിച്ച് ഉത്തരങ്ങളൊന്നും കൊടുക്കുന്നില്ല. ചോദിക്കുന്നതിന് മാത്രം പ്രിസൈസായി മറുപടി കൊടുക്കും. ഭാവിയിൽ യൂയി പഠിച്ച് വിദേശത്ത് പോയി വലിയ രീതിയിൽ എത്തിപ്പെടണം എന്നുള്ള തന്റെ ആഗ്രഹത്തെ പറ്റിയൊക്കെ മജൈമ തന്റെ മകളോട് പറഞ്ഞു.
ഇതേ സമയം മറ്റൊരിടത്ത് ഒരു യുവാവ് വല്ലാതെ ഭയം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരോ അയാളെ കൊല്ലാൻ പിന്നാലെയുണ്ട്. ഒരിടത്തെത്തി അവൻ ഒളിച്ചിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു അക്കീറ എത്തിച്ചേരുന്നത്. അക്കീറ അയാളുടെ നേരെ തോക്ക് ചൂണ്ടി. ഭയന്ന ആ യുവാവ് തന്റെ കയ്യിലുള്ള ഒരു ഫ്ലാഷ് ഡ്രൈവ് വേഗം അക്കീറയ്ക്ക് കൊടുത്തു. പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അക്കീറ ഒട്ടും മടിച്ചില്ല. ആ യുവാവിനെ വെടിവെച്ചു കൊന്നു. ഫ്ലാഷ് ഡ്രൈവ് തന്റെ കയ്യിൽ പിടിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് ഇനോക്കോ എന്നു പേരുള്ള മറ്റൊരു ഹിറ്റ്മാനും വന്നു. ഹോണ്ട എന്ന പേരുള്ള മറ്റൊരു യാക്കുസ ലീഡറിന്റെ ഹിറ്റ്മാൻ ആയിരുന്നു അവൻ. അവിടെ വെച്ച് ഇരുവരും പരസ്പരം തോക്ക് ചൂണ്ടി നിന്നു. പെട്ടെന്ന് അവിടെ നിന്ന് പിന്തിരിഞ്ഞോളാൻ ഇനാക്കോക്ക് നിർദ്ദേശം കിട്ടി. ഇനാക്കോ അതോടെ തിരിഞ്ഞു പോന്നു. പിന്നാലെ അവൻ നേരെ മജൈമയുടെ ഓഫീസിലേക്ക് ചെന്നു. അപ്പോഴേക്കും മജൈമ അവിടെ എത്തിച്ചേർന്നിരുന്നു. മജൈമയ്ക്ക് ഫ്ലാഷ് ഡ്രൈവ് കൈമാറി. എങ്ങനെയുണ്ട് സ്കൂളിലെ കാര്യങ്ങളൊക്കെ, മകളുടെ കാര്യങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് എന്നൊക്കെ മജൈമ ചോദിച്ചു. അക്കീറ മറുപടി പതിയായിരുന്നു പറഞ്ഞത്. ശബ്ദമുയർത്തി പറയട എന്ന് പറഞ്ഞ് അവനെ തന്നോടടുപ്പിച്ച് എക്സ്പ്രഷൻ ഒന്നും വരാത്ത അവന്റെ മുഖത്ത് ചെറുതായി പിഞ്ച് ചെയ്ത് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മജൈമയുടെ വലങ്കയ്യായ സുസുക്കി എന്നൊരു യാക്കുസ കടന്നു വന്നു. സുസുക്കി മജൈമയോട് ഒരു കാര്യം പറഞ്ഞതും അവസരം കിട്ടിയ അക്കീറ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. ഓഫീസിൽ മജൈമ നിഷിമോറി എന്നു പേരുള്ള ഒരു ഗ്യാങ്സ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. തന്റെ വലങ്കയ്യായ മുറാനോയ്ക്കൊപ്പമായിരുന്നു അവൻ എത്തിച്ചേർന്നിരുന്നത്. മജൈമയുമായുള്ള ജോലി ചെയ്യൽ തനിക്ക് ഭാരമാണ് എന്ന് മജൈമയെ അറിയിക്കാനായിരുന്നു നിഷിമോരിയുടെ ആ വരവ്. നിഷിമോരി കയറി വരുമ്പോൾ അക്കീറ മടങ്ങുകയാണ്. സ്റ്റെയറിൽ വെച്ച് നിഷിമോരി അക്കീറയെ തടഞ്ഞു നിർത്തി. താനായിരിക്കും ഇനി സാക്കോ യാക്കുസ ഫാമിലിയിലെ 6ാമത്തെ ലീഡറാവുക എന്ന് നിഷിമോരി അവന്റെ അടുക്കൽ പറഞ്ഞു. അക്കീറയുടെ അച്ഛൻ മിറ്റ്സുവോ ആ യാക്കുസ ഫാമിലിയിലെ 4ാമത്തെ ലീഡറായിരുന്നു. മജൈമയുടെ ഗ്രൂപ്പിന്റെ ഭാഗമായതുകൊണ്ട് അക്കീറയെ നിഷിമോരി ചെറുതായിട്ടൊന്ന് വാൺ ചെയ്തു. സൂക്ഷിച്ചോളാനും പറഞ്ഞു. യാക്കുസ ഫാമിലിയിൽ മേജർ ചേഞ്ചസ് സംഭവിക്കാൻ പോവുകയാണ് എന്ന മട്ടിലും അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ നിഷിമോരിയും മജൈമയും തമ്മിലുള്ള മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് അത്ര സുഗമമായിരുന്നില്ല. മജൈമ അവരുടെ പ്രവർത്തനങ്ങൾ ഏഷ്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും മറ്റും പോവുകയാണ്. അതും ഏകപക്ഷീയമായിട്ടായിരുന്നു മജൈമ തീരുമാനമെടുത്തത്. നിഷിമോരിക്ക് അതത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജപ്പാനിൽ അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകും, ഗവൺമെന്റ് പോലീസ് പ്രഷർ വർദ്ധിക്കും എന്ന് നിഷിമോരിക്ക് അറിയാമായിരുന്നു. നിഷിമോരിയോട് പഴയതരം പ്രവർത്തനങ്ങളൊക്കെ നിർത്താനും മോഡേണൈസ് ആവാനുമൊക്കെ മജൈമ ആവശ്യപ്പെട്ടു. പക്ഷെ നിഷിമോരിക്ക് ഒരു തരത്തിലും അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോ ദേഷ്യം കൊണ്ട് നിഷിമോരി പൊട്ടിത്തെറിച്ചു. എല്ലാ കഷ്ടപ്പാടും ദുരിതവുമൊക്കെ നിഷിമോരിക്കും സംഘത്തിനുമൊക്കെയാണ്. പ്രോഫിറ്റ് മുഴുവൻ എടുക്കുന്നതോ മജൈമ തനിച്ചും. ഇത് ശരിയാവില്ല, നിഷിമോരി തന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു. മജൈമ തൽസ്ഥാനത്ത് തുടർന്നാൽ തങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ നിഷിമോരി മജൈമയെ കൊല്ലണം എന്ന തീരുമാനത്തിലെത്തുകയാണ്. മജൈമയ്ക്ക് സ്ട്രോങ് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് അത് സാധ്യമാകുമോ എന്നുള്ള സംശയം കൂടെയുണ്ടായിരുന്ന മുറാനോ പ്രകടിപ്പിച്ചു. പക്ഷേ നിഷിമോരി പറഞ്ഞു, നമുക്ക് അക്കീറയെ ഉപയോഗിക്കാം, അതിനുള്ള വഴിയൊക്കെ എന്റെ പക്കലുണ്ട്. അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞ് അക്കീറ പോകുമ്പോ റിയോവും സംഘവും അക്കീറയുടെ മുമ്പിലെത്തി. അവനെ ഉപദ്രവിക്കാനായിരുന്നു വരവ്. പക്ഷേ കൃത്യസമയം മുറാനോ അങ്ങോട്ടേക്ക് കടന്നു വന്നു. റിയോയെയും സംഘത്തെയും മർദ്ദിച്ചു മാറ്റി അക്കീറയെ മുറാനോ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അക്കീറയുമായി അവർ നേരെ എത്തിയത് ഒരു ബാറിലേക്കായിരുന്നു. ഇതേ സമയം നിഷിമോരി ഒരു കോൾ ഗേൾ ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന മുറാനോ സംസാരിക്കുന്നത് അവർ കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ ലേഡിയെ പിടിച്ച് പുറത്താക്കി. പിന്നാലെ നിഷിമോരിയും അക്കീറയും സംസാരിക്കാൻ ആരംഭിച്ചു. പ്രവർത്തനങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന മജൈമയുടെ പ്രവർത്തനത്തെയായിരുന്നു നിഷിമോരി ആദ്യം അക്കീറയോട് ചോദിച്ചത്. പിന്നാലെ അവൻ പറഞ്ഞു, അക്കീറയെ പോലുള്ളവരാണ് സൂക്ഷിക്കേണ്ടത്. മജൈമയുടെ ആയുധങ്ങൾ മാത്രമാണ് നിങ്ങൾ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിട്ട് മജൈമ പ്രവർത്തനം പുറത്തേക്ക് കൊണ്ടുപോയ ഇവിടുത്തെ ഇല്ലീഗൽ ടൈയപ്പുകൾ മാറും. അതോടെ നീ അടക്കമുള്ളവർക്കായിരിക്കും അപകടം വരിക. പക്ഷേ അതിലൊന്നും അക്കീറ കുലുങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നിഷിമോരി ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. യാഥാർത്ഥ്യത്തിൽ 4th ലീഡറായിരുന്ന മിറ്റ്സുവോ, അതായത് അക്കീറയുടെ അച്ഛനെ കൊലപ്പെടുത്തിയത് മജൈമയും മജൈമയുടെ ആളുകളും കൂടിയിട്ടാണെന്ന്. പരമ്പരാഗത രീതിയിൽ യാക്കുസ സെറ്റപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് മിറ്റ്സുവോ ആഗ്രഹിച്ചതെന്നും പക്ഷേ മജൈമ അതിനെ മോഡേണൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ വാഗ്വാദങ്ങളാണ് മിറ്റ്സുവോയുടെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നും അവൻ വ്യക്തമാക്കി. പിന്നീടുണ്ടായ കുറച്ചു കാര്യങ്ങളൊക്കെ പരിഹരിച്ച് മജൈമ ലീഡറായി മാറുകയായിരുന്നു എന്നും നിഷിമോരി പറഞ്ഞു വെച്ചു. അത് കേട്ടതും നിഷിമോരിയെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുമട്ടിൽ വല്ലാത്തൊരു സംശയം അക്കീറയുടെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ട്. 6ാമത്തെ ലീഡറാവേണ്ട താൻ ഇതിനെതിരെ പ്രതികരിക്കുമെന്നും എല്ലാം ശരിയാക്കും എന്ന് നിഷിമോരി അക്കീറയോട് പറയുന്നുണ്ടായിരുന്നു. നിഷിമോരിയോട് ഒന്നും പറയാതെ അക്കീറ അന്ന് അവിടെ നിന്ന് പോന്നു. അക്കീറ പോയ ശേഷം അക്കീറയെ കൊണ്ട് ചിലപ്പോൾ കാര്യങ്ങൾ സാധിക്കില്ല, അതുകൊണ്ട് തന്റെ കൂടെ മറ്റൊരാൾ കൂടെ വേണം എന്ന് നിഷിമോരിക്ക് തോന്നി. നിഷിമോരി അതിനെ തിരഞ്ഞെടുത്തത് മജൈമയുടെ ബയോളജിക്കൽ സണ്ണായ ഹോണ്ടയെയായിരുന്നു. മജൈമയുടെ ഗ്രൂപ്പിന് വേണ്ടി എല്ലാ മോശം പ്രവൃത്തികളും ചെയ്തിരുന്നത് ഹോണ്ടയാണെങ്കിലും മജൈമയുടെ വിശ്വാസം നേടിയെടുക്കാൻ ഹോണ്ടയ്ക്ക് സാധിച്ചിരുന്നില്ല.
മാത്രമല്ല ഹോണ്ടയേക്കാൾ മജൈമ വിശ്വസിച്ചത് അക്കീറയെയായിരുന്നു. ഈ സമയം പോയ അക്കീറയെ മുറാനോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നിഷിമോരി മുറാനോയുമായി സംസാരിക്കുന്നുമുണ്ട്. അക്കീറയെ കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല എന്ന് കണ്ടതും മുറാനോയോട് അവസരം കിട്ടിയാൽ മജൈമയെ തീർത്തേക്കാൻ നിഷിമോരി നിർദ്ദേശം കൊടുത്തു. പക്ഷേ മുറാനോയ്ക്ക് അത് തന്റെ ജീവൻ തന്നെ എടുക്കുമോ എന്ന് ഭയമുണ്ടായിരുന്നു. ദേഷ്യം വന്നിയവൻ ഫോൺ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. ഇതേസമയം അക്കീറയാകട്ടെ താൻ അറിഞ്ഞ വിവരങ്ങളെപ്പറ്റി മജൈമയെ ചോദ്യം ചെയ്യാൻ മജൈമയുടെ അടുത്തേക്ക് ചെന്നു. ഗാർഡുകൾ പുറത്തുവെച്ച് അവനെ തടഞ്ഞു. അക്കീറയ്ക്ക് നിൽക്കാൻ പറ്റുമായിരുന്നില്ല. ഗാർഡുകളെ അടിച്ചിട്ട് അവൻ അകത്ത് കടന്നു. മജൈമയ്ക്ക് മുമ്പിലേക്കെത്തിയ അക്കീറ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു. തന്റെ തോക്കെടുത്ത് പുറത്തേക്ക് വെച്ച മജൈമ പറഞ്ഞു താനാണ് അക്കീറയുടെ അച്ഛനെ വകവരുത്തിയതെന്ന്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഏറെക്കുറെ ഒരേ വിധിയായിരുന്നു വരേണ്ടിയിരുന്നത്. ഞാൻ ആദ്യം പ്രവർത്തിച്ചു, അതുകൊണ്ട് മിറ്റ്സുവോ കൊല്ലപ്പെട്ടു. മിറ്റ്സുവോ ആദ്യം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഞാനായിരുന്നു കൊല്ലപ്പെടേണ്ടിയിരുന്നത്. ഏതെങ്കിലും ഒരാൾക്കാണല്ലോ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ സാധിക്കൂ. താനെടുത്ത തോക്ക് മജൈമ അക്കീറയുടെ മുമ്പിലേക്ക് വെച്ചു. തന്നെ കൊന്നോളാൻ പറഞ്ഞു. അതാണ് അതിന്റെ ശരിയെന്നും മജൈമ വ്യക്തമാക്കി. തന്റെ മരണശേഷം യുയിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന പ്രത്യേക നിർദ്ദേശവും മജൈമ അവന് കൊടുത്തു. നിങ്ങൾ ശരിക്കും എന്നെ ഒരു മകനെ പോലാണോ സ്നേഹിച്ചത്, വളർത്തിയത് എന്നായി അക്കീറയുടെ അടുത്ത ചോദ്യം. തീർച്ചയായും അത്തരത്തിലാണ് ഞാൻ നിന്നെ വളർത്തിയതെന്നും ഒരിക്കലും പ്രതികാര ബുദ്ധിയാൽ മാത്രം വളരുന്ന ഒരു പൊട്ടപ്പയ്യനായി നീ പോവരുത് എന്നെനിക്കുണ്ടായിരുന്നു എന്നും മജൈമ വ്യക്തമാക്കി. തന്നെ കൊന്നേക്കാൻ മജൈമ അക്കീറയെ നിർബന്ധിച്ചു. അക്കീറ മടിച്ചു നിന്നു. അവർ തമ്മിൽ അതിന്റെ പേരിൽ സംസാരം നടക്കുന്നതിനിടയിലായിരുന്നു മുറാനോ കയറി വരുന്നത്. മുറാനോ മജൈമയ്ക്ക് നേരെ വെടിയുതിർത്തു. അവനെ കൊന്നേക്കാൻ മജൈമ പറഞ്ഞതും ഒട്ടും മടിക്കാതെ അക്കീറ മുറാനോയെ വകവരുത്തി. മജൈമയിൽ ജീവൻ അവശേഷിക്കുന്നുണ്ടായിരുന്നു. മജൈമ അക്കീറയോട് സംസാരിച്ചു. യുയിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞ മജൈമ അവസാനമായി എപ്പോഴും ചെയ്യാറുള്ള പോലെ അക്കീറയുടെ കവിളിൽ പിടിച്ചു. നിന്റെ കൈകൊണ്ട് മരണപ്പെടണം എന്നതാണ് എന്റെ ആഗ്രഹം. അവസാനത്തുള്ള ജീവൻ അങ്ങനെ പോകുന്നതിന് മുമ്പ് നീ എന്നെ കൊന്നേക്കാൻ മജൈമ പറഞ്ഞു. മജൈമയുടെ അവസാന ആഗ്രഹം അക്കീറ അത് നിറവേറ്റി കൊടുത്തു. എന്നിരുന്നാലും അച്ഛനെന്ന് താൻ വിളിച്ചിരുന്ന വ്യക്തിയുടെ ആ മരണം അക്കീറയെ വേദനിപ്പിച്ചിരുന്നു. വൈകാതെ നിഷിമോരി മജൈമയുടെ വലങ്കയ്യായ സുസുക്കിയെ പിടികൂടി ബന്ദിയാക്കി. മുമ്പൊരു ബിസിനസ് ഡീൽ നിഷിമോരി സുസുക്കിയുടെ മുമ്പിലേക്ക് വെച്ചിരുന്നു. സുസുക്കി അന്ന് അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ എന്തു പറയുന്നു, മജൈമ കൊല്ലപ്പെട്ടു എന്ന മട്ടിൽ നിഷിമോരി സുസുക്കിയോട് സംസാരിച്ചു. പക്ഷേ തനിക്കത് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. മജൈമയുടെ മകൻ ഹോണ്ട ആക്റ്റീവായി തന്നെ ഇവിടുണ്ട് എന്നായിരുന്നു സുസുക്കിയുടെ മറുപടി. ഇതേസമയം മറ്റൊരു ഭാഗത്ത് വെച്ച് ഹോണ്ടയെ നിഷിമോരിയുടെ ആളുകൾ ചുറ്റിവളഞ്ഞു പിടികൂടി. അവൻ ആക്രമിച്ചില്ല. ഹോണ്ട ബന്ദിയായി അവരുടെ ഒപ്പം നിഷിമോരി വെച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തി. പക്ഷേ കൃത്യം അവിടെ എത്തിയതും തന്റെ തോക്കെടുത്ത് ഹോണ്ട ആക്രമിച്ചു. തന്നെ പിടികൂടി വന്ന നിഷിമോരിയുടെ ആളുകളെ മുഴുവൻ ഹോണ്ട വെടിവെച്ചു കൊന്നു. വൈകാതെ നിഷിമോരി ഹോണ്ടയുടെ തോക്കിൻ മുനയിലായി. സുസുക്കിയെ ഹോണ്ട മോചിപ്പിച്ചു. നിഷിമോരിയുടെ തോക്കെടുത്ത് അവനെ തന്നെ അങ്ങ് കൊന്നേക്കാൻ ഹോണ്ട ഉത്തരവിട്ടു. തോക്കുപയോഗിച്ച് പരിശീലനമില്ലാത്ത സുസുക്കിയെ ആദ്യം അതിൽ കുറെ പതറിയെങ്കിലും ഒടുവിൽ നിഷിമോരിയെ വകവരുത്തി. ഹോണ്ടയുടെ വലങ്കയ്യായി അങ്ങനെ സുസുക്കി മാറി. തന്റെ അച്ഛന്റെ മരണം ഹോണ്ട എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. യാക്കുസ ഫാമിലിയുടെ തലവനാകണം എന്നത് ഹോണ്ടയുടെ ലക്ഷ്യവുമായിരുന്നു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഹീറോയുടെ അടുക്കൽ യുയി സംസാരിക്കുകയാണ്. വിദേശത്ത് പോയി താൻ പഠിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം എന്ന കാര്യം അവൾ ഹീറോയെ അറിയിച്ചു. നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്ന് അച്ഛനോട് സംസാരിക്കാൻ ഹീറോ അവളോട് പറയുകയുണ്ടായി. പക്ഷെ അച്ഛൻ അതൊക്കെ കേൾക്കുമോ എന്നായിരുന്നു അവളുടെ സംശയം. മജൈമ കൊല്ലപ്പെട്ട വിവരം അപ്പോഴും യുയി അറിഞ്ഞിരുന്നില്ല. ഇതേസമയം മറുവശത്ത് ഹോണ്ടയും സുസുക്കിയും മിനാക്കോയും ഒത്തുചേർന്ന് യുയിയുടെ സ്കൂളിന് മുമ്പിലേക്ക് എത്തിയിരുന്നു. മജൈമയുടെ ചോരയിലുള്ള ആരെങ്കിലും ജീവിച്ചിരിക്കുന്നത് തനിക്കൊരു ത്രെട്ടാണ് എന്ന മട്ടിലായിരുന്നു ഹോണ്ട ചിന്തിച്ചത്. താൻ മാത്രം മതിയെന്നവൻ തീരുമാനിച്ചിരുന്നു. അന്നത്തെ ക്ലാസ് കഴിഞ്ഞിരുന്നു. കുറച്ചു കുട്ടികളെ സ്കൂളിൽ അന്ന് ബാക്കിയുമുള്ളൂ. അവിടെത്തിയ ഹോണ്ട ഇനാക്കോയുടെ അടുക്കൽ അകത്തു ചെന്ന യുയിയെ കണ്ടെത്തി കൊണ്ടുവരാൻ പറഞ്ഞു. കാര്യം എന്തെന്നാൽ അച്ഛന്റെ സീക്രട്ട് സേഫിന്റെ ബയോമെട്രിക് കീ ഉള്ളത് അവളുടെ പക്കൽ മാത്രമാണ്. അത് ഹോണ്ടയ്ക്ക് കിട്ടണം. ഇനാക്കോയോട് സൂക്ഷിക്കണമെന്നും അക്കീറ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ഉണ്ടാകും എന്നും ഹോണ്ട പ്രത്യേകം അറിയിച്ചു. കൂട്ടത്തിൽ ഹോണ്ട സുസുക്കിക്ക് ജെൻ എന്ന പേരുള്ള ഒരു ഹിറ്റ്മാനെ വിളിക്കാനും ബാക്കപ്പ് സെറ്റ് ചെയ്യാനും ഉത്തരവിട്ടു. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതിന് സാധിക്കും എന്ന് ഇനാക്കോ പറഞ്ഞെങ്കിലും ഹോണ്ട ഇനാക്കോയോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അക്കീറ വെറുമൊരു സാധാരണക്കാരനല്ല. മജൈമയുടെ സ്ട്രോങ്ങസ്റ്റ് ഹിറ്റ്മാൻ ആണ്. അവനെ എതിരിടണമെങ്കിൽ അതിനനുസരിച്ച് ബാക്കപ്പ് വേണം. വൈകാതെ മിസ്റ്റർ ജെൻ എന്ന സ്നൈപ്പർ എക്സ്പേർട്ടും ഫൈറ്റേഴ്സായ കുറുയും സോഡയും റിക്ക എന്നും ഷിഹോ എന്നു പേരുള്ള സ്കിൽഡായ 2 ഹിറ്റ് വുമൺസും ഗ്യാങ്സ്റ്റേഴ്സായ അക്കോയും മിനോയും അടക്കം സ്കൂളിലേക്ക് വന്നെത്തി. കൂട്ടത്തിൽ മിനാമി എന്നു പേരുള്ള ഒരു ഹിറ്റ്മാനും ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് കടന്നു വന്ന മിനാമി ഒട്ടും മടിക്കാതെ മുമ്പിലുണ്ടായിരുന്ന 2 പേരെ അങ്ങ് കൊന്നുകളഞ്ഞു. റിയുവിന്റെ ഗ്യാങ്ങിലെ
രണ്ടുപേരെ കൂടി തന്റെ മുമ്പിൽ കിട്ടിയപ്പോൾ മിനാമിയൊട്ടും മടിച്ചില്ല, അവരെയും അങ്ങ് കൊന്നു തള്ളി. ഇനാക്കോ ആയുധങ്ങളില്ലാതെ സ്കൂളിലേക്ക് കടന്ന് അവരെ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഹോണ്ട പക്ഷേ തന്റെ പിസ്റ്റൾ അവന്റെ കയ്യിൽ കൊടുത്തു. ഈ സമയം മിനാമി അക്കീറയുടെ അടുത്തെത്തി. അപകടം മണത്ത അക്കീറ മിനാമിയെ വകവരുത്തി അവന്റെ തോക്ക് കൈവശപ്പെടുത്തി. ഈ സമയം രണ്ട് ഗ്യാങ്സ്റ്റേഴ്സ് ഹീറോയുടെയും യുയുടെയും അടുത്തേക്കെത്തി. യുയെ പിടിക്കാനുള്ള അവരുടെ ശ്രമത്തിൽ ഹീറോ തടയാൻ നോക്കിയതും അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായി. പിന്നാലെ യുയെയും കൂട്ടിക്കൊണ്ട് അവരെ അടിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ചെന്നെത്തിയത് ഇനാക്കോയുടെ മുമ്പിലായിരുന്നു. ഇനാക്കോ ഹീറോയെ അടിച്ചിടാൻ തുടങ്ങി. അപ്പോഴേക്കും പഴയ രണ്ട് ഗ്യാങ്സ്റ്റേഴ്സും എത്തി. ആരാണ് അവരെ ആദ്യം പിടികൂടിയത് എന്ന മട്ടിൽ ഇനാക്കോക്കും അവർക്കുമിടയിൽ ഒരു വാക്കുതർക്കം ഉടലെടുത്തു. പിന്നെ അത് ഏറ്റുമുട്ടലായി മാറി. ഇനാക്കോ തന്നെ ആ രണ്ട് ഗ്യാങ്സ്റ്റേഴ്സിനെയും വകവരുത്തി. ഇനാക്കോ യുയെ പിടിക്കാൻ ശ്രമിക്കുന്നത് ഹീറോ തടയാൻ ശ്രമിച്ചതും ഹീറോയെ ഇനാക്കോ കൊന്നുകളഞ്ഞു. യുയെ പിടികൂടാൻ ഇനാക്കോ നോക്കുമ്പോഴാണ് അക്കീറ അങ്ങോട്ടേക്ക് എത്തുന്നത്. അക്കീറ ഇനാക്കോയെ വെടിവെച്ച് വീഴ്ത്തി. യുയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി. പക്ഷേ പുറത്തേക്കെത്തിയതും റൂഫ് ടോപ്പിൽ നിൽക്കുകയായിരുന്ന മിസ്റ്റർ ജെൻ സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അക്കീറ യുയെ സുരക്ഷിതയാക്കി. ആ വഴിയിലൂടെ പോവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതും യുയെയും കൂട്ടി സ്കൂളിനകത്തേക്ക് തന്നെ പോകാൻ അക്കീറ തീരുമാനിച്ചു. പക്ഷേ ഇതേ സമയം ഇനാക്കോ കൊല്ലപ്പെട്ടിരുന്നില്ല. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചിരുന്നതുകൊണ്ട് ഇനാക്കോ രക്ഷപ്പെട്ടു. യുയെ രക്ഷപ്പെടുത്തി അക്കീറ പോകുമ്പോ യുയി അവനോട് ആരാണ് അക്കീറയെന്നും എന്തായി നടക്കുന്നത് എന്നും ഒക്കെ ചോദിച്ചു. അക്കീറ എല്ലാ കാര്യങ്ങളും യുയിയോട് പറഞ്ഞു. അക്കീറയും ശത്രുപക്ഷത്തെ ആളാണെങ്കിലോ എന്ന മട്ടിൽ ആദ്യം യുയി സംശയിച്ചെങ്കിലും അവളെ സംരക്ഷിക്കും എന്ന കാര്യത്തിൽ അക്കീറ അവൾക്ക് ഉറപ്പ് കൊടുത്തു. വീണ്ടും അങ്ങോട്ടേക്കെത്തിയ ഗ്യാങ്സ്റ്റേഴ്സും ഹിറ്റ്മാനും അവരെ ആക്രമിക്കാനെത്തി. അക്കീറ അവളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിരുന്നു. വളരെ വലിയ ഫൈറ്റുകളും ഏറ്റുമുട്ടലുകളും ഷൂട്ടൌട്ടുകളും ഒക്കെ നടന്നു. അക്കീറ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തു. അവന് പരിക്കുമേറ്റു. ഒരു ഘട്ടത്തിൽ ഒരു ക്ലാസ് മുറിയിൽ നിൽക്കുമ്പോൾ നടന്ന കാര്യങ്ങളെപ്പറ്റി യുയുടെ ചോദ്യങ്ങൾക്ക് അക്കീറ മറുപടി കൊടുത്തു. അത്രനാളും അക്കീറ സ്കൂളിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു, സ്പൈ ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയതും യുയിക്ക് വലിയ ദേഷ്യം വന്നു. പിന്നാലെ തന്റെ അച്ഛനെ കൊന്നത് ആരാണ് എന്ന് യുയി ചോദിച്ചു. അക്കീറ അതിന് മറുപടി പറയാൻ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രണ്ട് ഗ്യാങ്സ്റ്റേഴ്സ് എത്തിയിരുന്നു. പിന്നെ അവിടെ വീണ്ടും ഫൈറ്റ് ആരംഭിക്കുകയാണ്. എതിരാളികളെ കൊലപ്പെടുത്താൻ അക്കീറയ്ക്ക് സാധിച്ചെങ്കിലും കത്തിക്കുത്തും മറ്റുമേറ്റ് അവന് സാരമായി പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ അക്കീറയെ യുയായിരുന്നു താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് പോവാൻ സഹായിച്ചത്. മുമ്പോട്ടേക്ക് പോയ അവർ വീണ്ടും ഇനാക്കോയുടെ മുമ്പിൽ ചെന്നുപെട്ടു. ആദ്യം ഇനാക്കോ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് അക്കീറയുമായി ഫൈറ്റിനിറങ്ങി. ഇതിനിടയിൽ അത്ര നേരമായിട്ടും ഒന്നും നടക്കാത്തത് കണ്ട് ഹോണ്ടയും സുസുക്കിയും സ്കൂളിനകത്തേക്ക് ചെല്ലാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ സ്നൈപ്പറായ ജെൻ വന്ന് ഹോണ്ടയ്ക്കടുത്ത് പണം ആവശ്യപ്പെട്ടു. ഹോണ്ട ഒട്ടും മടിച്ചില്ല. തോക്കെടുത്ത് അയാളെ അങ്ങ് കൊന്നുകളഞ്ഞു. അത് ശരിയായില്ല എന്ന് സുസുക്കി പറഞ്ഞതും ഒട്ടും മടിക്കാതെ ഹോണ്ട സുസുക്കിയെയും വകവരുത്തി. അല്ലേലും നിന്നെ കാണുമ്പോഴേ മജൈമയുടെ ഓർമ്മയെ എനിക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ഇതേ സമയം അകത്ത് ഇനാക്കോയും അക്കീറയും തമ്മിൽ ഫൈറ്റ് തുടരുകയാണ്. ഹോണ്ട അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. അത്ര നേരമായിട്ടൊന്നും നടന്നിട്ടില്ല. അവനെ കൊല്ലാമായിരുന്നിട്ടും ഇനാക്കോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേഷ്യം വന്ന ഹോണ്ട ഇനാക്കോയെ അങ്ങ് വെടിവെച്ചു കൊന്നു. യുയിയെ കണ്ടതും അവളോടുള്ള ദേഷ്യം മുഴുവൻ ഹോണ്ട പറയാൻ തുടങ്ങി. കുടുംബത്തിന് വേണ്ടി എല്ലാ ദുഷ്ടത്തരങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്, നീയാകട്ടെ എല്ലാ സുഖസൗകര്യങ്ങളോടും അച്ഛന്റെ ചെലവിൽ അങ്ങ് ജീവിച്ചുകൊണ്ടിരുന്നു. യുയിയെ ബലമായി അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോവാൻ തുടങ്ങിയ ഹോണ്ടയെ വീണെടുത്ത് നിന്ന് ഇനാക്കോയുടെ തോക്ക് കിട്ടിയ അക്കീറ അപ്പോ തന്നെ വെടിവെച്ചു കൊല്ലുകയാണ്. യുയി പിന്നാലെ പരിക്കേറ്റ അക്കീറയെ താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. പക്ഷേ കുറച്ചു കഴിഞ്ഞതും തുടർന്ന് നടക്കാൻ പറ്റാതെ അവൻ കുഴഞ്ഞു വീണു. തന്റെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ യുയിയുടെ കയ്യിലേക്ക് കൊടുത്ത് അക്കീറ അവളോട് സംസാരിച്ചു. താനാണ് മജൈമയെ കൊന്നതെന്ന് പറഞ്ഞു. ഇതാണ് അതിന്റെ ശരിയെന്നും നീ എന്നെ ഇപ്പോൾ കൊല്ലണം എന്നും ആവശ്യപ്പെട്ടു. പക്ഷേ യുയി അതിന് സമ്മതിച്ചില്ല. ഞാനങ്ങനെ പ്രതികാര ബുദ്ധിയുമായി നടക്കുന്ന വ്യക്തിയല്ലെന്നും എനിക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം മതി എന്നുമായിരുന്നു യുയി പറഞ്ഞത്. തന്റെ കൂടെ വരാൻ അക്കീറയോട് യുയി ആവശ്യപ്പെട്ടു. ആദ്യം അക്കീറ അതിന് സമ്മതിച്ചെങ്കിലും പിന്നീട് അവൻ അതിൽ നിന്ന് പിന്മാറി. നമ്മളുടേത് രണ്ടു തരം ലോകമാണെന്നും നമുക്കൊന്നിച്ച് മുമ്പോട്ട് പോവാൻ സാധിക്കില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു അത്. ധൈര്യത്തോടെ ഒറ്റയ്ക്ക് പടപുരുതി ജീവിക്കാൻ യുയി അവൻ ഉപദേശിച്ചു. എന്ത് സഹായത്തിനും എപ്പോഴും താനുണ്ടാവുമെന്ന് പറഞ്ഞു. പോകുന്നതിനു മുമ്പ് യുയി
അക്കീറയോട് നന്ദി പറഞ്ഞു. മജൈമ അവന്റെ കവിളിൽ പിടിക്കുമായിരുന്ന പോലെ അവൻ അവളുടെ കവിളിൽ പിടിച്ചു. സ്നേഹവാത്സല്യങ്ങളോടെ അവളെ യാത്രയാക്കി. മരണത്തോട് മല്ലിട്ട് അക്കീറ അവിടെ തുടർന്നു. ഓർമ്മയിൽ യൂയുടെ ചിരിക്കുന്ന മുഖം അവൻ ഓർത്തു. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.